അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് കൺകറൻറ്റ് സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഇതിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത് 1976 മുൻപ് നമ്മളുടെ വിദ്യാഭ്യാസം എന്നുള്ള സെക്ഷനിൽ എന്തെങ്കിലും തരത്തിൽ നിയമനിർമ്മാണം അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയിരുന്നത് സംസ്ഥാനങ്ങളായിരുന്നു. പിന്നെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 7th ഷെഡ്യൂൾ പ്രകാരം നിയമനിർമ്മാണ അധികാരങ്ങളെ 3 ലിസ്റ്റാക്കിയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഇതിൽ 3 ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തേതാണ് യൂണിയൻ ലിസ്റ്റ്, രണ്ടാമത്തേതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്, പിന്നെ കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിയമനിർമ്മാണങ്ങൾ നടത്തിയിരുന്നത് സംസ്ഥാനങ്ങളായിരുന്നു. യൂണിയൻ ലിസ്റ്റ് ആകുമ്പോൾ അതിൽ കേന്ദ്ര പാർലമെൻറ്റായിരുന്നു നിയമനിർമ്മാണങ്ങൾ നടത്തിയിരുന്നത്. ഇനി കൺകറൻറ്റ് ലിസ്റ്റാണെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങളും ഒരേ രീതിയിലായിരുന്നു അവിടെ നിയമനിർമ്മാണങ്ങൾ നടത്തിയിരുന്നത്. പിന്നെ ആദ്യം പറഞ്ഞ പോലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സംസ്ഥാന പദവിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും കേന്ദ്രത്തിന് അവിടെ ചില പ്രത്യേക അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഏതിലൊക്കെയെന്ന് വെച്ചാൽ ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്രീയ സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവയുടെ നിലവാരം നിർണ്ണയിക്കുക, അതുപോലെ തന്നെ അവയൊക്കെ ഏകോപിപ്പിക്കുക എന്നുള്ള രീതിയിലായിരുന്നു കേന്ദ്രത്തിന് അവിടെ അധികാരങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ IIT, NIT, UGC ഒക്കെ പോലത്തെ സ്ഥാപനങ്ങളിൽ. ഇനി 42ാം അമെൻമെൻറ്റ് പ്രകാരം 1974 42ാം അമെൻമെൻറ്റിലാണ് നമ്മുടെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് കൺകറൻറ്റ് ലിസ്റ്റിലോട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ വന്നത്. അത് പ്രകാരം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പങ്ക് ഒന്നും കൂടി അവിടെ ഉറപ്പാക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് 5 പ്രധാന വിഷയങ്ങളാണ് കൈമാറ്റം ചെയ്തത്. അപ്പോൾ മുന്നേ എൻട്രി 11 നമ്മളെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ കൺകറൻറ്റ് ലിസ്റ്റിലോട്ട് വന്നപ്പോൾ എൻട്രി 25 ആയിട്ട് ഉണ്ട് ഇപ്പോൾ. ഇനി എന്തൊക്കെയാണ് ഇത് കൊണ്ടുള്ളതെന്ന് വെച്ചാൽ, അവർ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ദേശീയ ഏകീകരണം, അതായത് നാഷണൽ ഇൻ്റഗ്രേഷൻ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡൈസേഷൻ, പിന്നെ നാഷണൽ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ. അതായത് നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ ഏകീകൃത വിദ്യാഭ്യാസം നടപ്പാക്കുക എല്ലായിടത്തും. സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് വെച്ചാൽ അതുപോലെ ഗുണനിലവാരം ഏകീകൃത പദ്ധതി നിർണ്ണയിക്കുന്നതിലും കേന്ദ്രത്തിന് അധികാരം ലഭിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ എല്ലായിടത്തും ഒരേ രീതിയിൽ കരിക്കുലമൊക്കെ കൊണ്ടുവന്നാൽ അവർക്ക് ഒരു ഏകീകൃതമായിട്ട് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നാഷണൽ പോളിസികൾ, ഇപ്പോൾ SSA ഒക്കെ പോലത്തെ നാഷണൽ പോളിസികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി എന്താണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ, കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും നിയമം നിർമ്മിക്കാൻ ഒരേപോലെ അധികാരമുള്ള ഒരു ലിസ്റ്റാണ് കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ കേന്ദ്രത്തിൻ്റെ പങ്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പോളിസി ഫോർമുലേഷൻ, സ്റ്റാൻഡേർഡ് സെറ്റിംഗ്, ഫണ്ടിങ് ആൻഡ് കോർഡിനേഷൻ. ഇനി സ്റ്റേറ്റിൻ്റെ റോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്ലാനിങ്, അഡ്മിനിസ്ട്രേഷൻ, എക്സിക്യൂഷൻ ആൻഡ് ലോക്കലൈസ്ഡ് കരിക്കുലം ഡെലിവറി. അതായത് കേന്ദ്രത്തിന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നയരൂപീകരണം, ധനസഹായം, ഏകോപനം എന്നൊക്കെ പോലെ. ഇനി സംസ്ഥാനങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ആസൂത്രണം, ഭരണം നടപ്പിലാക്കുക, അതുപോലെ തന്നെ അത് നമ്മുടെ ലോക്കലായിട്ടുള്ള പ്രാദേശിക രീതിയിൽ കരിക്കുലം സെറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി ഏതൊക്കെയാണ് പ്രധാന വിദ്യാഭ്യാസ മേഖലകൾ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷൻ, പ്രൈമറി സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻ, പിന്നെ ടെക്നിക്കൽ ആൻഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ ട്രെയിനിങ്, അഡൽട്ട് എഡ്യൂക്കേഷനാണ് വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ യൂണിയൻ ലിസ്റ്റ് ആയപ്പോൾ അവരുടെ ഒരു ഇംപ്ലിക്കേഷൻസ് വരുന്നത്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇംപ്ലിക്കേഷൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോർമുലേറ്റിംഗ് നാഷണൽ പോളിസീസ്, അതായത് NEP പോലെയുള്ള സമഗ്രമായ നയങ്ങൾ രൂപീകരിക്കുക, ദേശീയ തലത്തിൽ നടപ്പാക്കാനും കേന്ദ്രത്തിന് കഴിയും. അതുപോലെ തന്നെ CSS പോലത്തുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനും ധനസഹായം നൽകാനുള്ള അധികാരം.
അതിനൊരു എക്സാമ്പിൾസ് പോലെയാണ് നമ്മൾ SSA സർവ ശിക്ഷാ അഭിയാൻ, അതുപോലെ രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാനൊക്കെ. അതുപോലെ തന്നെ മറ്റുള്ളൊരു കാര്യമാണ് നമ്മുടെ NCERT, UGC, AICT പോലത്തുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ. അതിലിപ്പോൾ NCERT ആണെന്നുണ്ടെങ്കിൽ അവർ പാഠപുസ്തകങ്ങളുടെ ഒരു എന്താ പറയുക ഡെവലപ്പിങ്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്സ് ആൻഡ് മോഡൽ ടെക്സ്റ്റ് ബുക്സ്. UGC ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിലുള്ള വിദ്യാഭ്യാസ നിലവാരങ്ങൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ AICT ആണെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളിലൊക്കെയാണ് അവർ ഇടപെടുന്നത്. ഇനി സംസ്ഥാന സർക്കാർ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവരുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ദ സ്റ്റേറ്റ്സ് റിമൈൻ ദ പ്രൈമറി ഇംപ്ലിമെൻറ്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഓൺ ദി ഗ്രൗണ്ട്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റുകൾ നടത്തുന്ന പല നിയമനിർമ്മാണങ്ങളും പ്രാദേശിക തലത്തിൽ നടപ്പിലാക്കുന്ന ഏജൻസികളാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്. അതാണ് അവരുടെ മെയിൻ റോൾ എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ സ്കൂളുകൾ, കോളേജുകളിലൊക്കെ മാനേജ്മെൻ്റ് ആവുക, അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ നിയമനങ്ങൾ, അതുപോലെ തന്നെ ദൈനംദിന ധനസഹായം, വിഭവ വിതരണം കാര്യങ്ങളിലൊക്കെ കൺട്രോള്, അതാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റോള് പറയുന്നത്. അതുപോലെ തന്നെ പ്രാദേശിക ആവശ്യങ്ങൾ, അതായത് ഭാഷ, സംസ്കാരം എന്നിവയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ദേശീയ നയങ്ങൾ രൂപപ്പെടുത്താനും സംസ്ഥാനങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താൻ പറ്റും. ഇനി അതുപോലെ തന്നെ സ്വന്തം സ്കൂൾ പരീക്ഷാ ബോർഡുകൾ സൃഷ്ടിക്കാനും അത് കൈകാര്യം ചെയ്യാനൊക്കെ നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് അധികാരമുള്ളത്. ഇനി ഒരു വിദ്യാഭ്യാസ നയത്തെക്കുറിച്ചിട്ട് ഒരു സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരു നിയമം കൊണ്ടുവന്നു. അപ്പോൾ ഏത് നിലനിൽക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ ഏതിനായിരിക്കും പ്രാധാന്യം കൂടുതലെന്ന്. അപ്പോൾ ആർട്ടിക്കിൾ 254 അതിന് കറക്റ്റായിട്ടുള്ളൊരു നിയമ സംവിധാനം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിലും റൂള് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ കേന്ദ്ര നിയമമാണ് നിലനിൽക്കുക, സംസ്ഥാന നിയമം അസാധുവാകുകയാണ് ചെയ്യുക. ഇനി ചില സമയങ്ങളിൽ സംസ്ഥാന നിയമം നിലനിൽക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള രണ്ട് സാഹചര്യങ്ങളാണുള്ളത്. ഒന്നുകിൽ അത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രപതി ആ നിയമം അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനം പറഞ്ഞ നിയമമായിരിക്കും അവിടെ പ്രാവർത്തികമാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമായിരിക്കും അവിടെ പ്രാവർത്തികമാക്കുന്നുണ്ടാകുക. ഇനി എന്തൊക്കെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ കൺകറൻറ്റ് ലിസ്റ്റിലോട്ട് വന്നപ്പോൾ ഉള്ള അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ, നാഷണൽ യൂണിറ്റി, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദേശീയ ഏകീകരണം, കരിക്കുലം, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സ്റ്റേറ്റിനും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ കരിക്കുലം കൊണ്ടുവരിക എന്നുള്ള ഇതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഒന്നത് ഇക്വിറ്റബിൾ ഫണ്ടിങ്, അതായത് തുല്യമായ ധനസഹായം. എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാക്ക്വേർഡ് ആയിട്ടുള്ള റീജിയൻസൊക്കെ ഉണ്ടെങ്കിൽ ഒരേ രീതിയിൽ എല്ലാവർക്കും ധനസഹായം എത്തിക്കുക എന്നുള്ള ഒരു റോൾ അവിടെ വന്നിട്ടുണ്ട്. പിന്നെ പോളിസി കൊഹറൻസ്, അതായത് നയപരമായ സ്ഥിരത, ഫെസിലിറ്റേറ്റ് സ്വിഫ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മേജർ നാഷണൽ റീഫോംസ്, അതായത് NEP പോലുള്ള നാഷണൽ പോളിസികൾ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വിഭവ സമാഹരണം, അതായത് NCERT, NIEP പോലുള്ള പാഠ്യപദ്ധതികളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയണത്. പിന്നെ ഗുണനിലവാര നിയന്ത്രണം, ക്വാളിറ്റി കൺട്രോൾ, അതായത് കുറഞ്ഞ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് തന്നെ കേന്ദ്ര സ്ഥാപനങ്ങളെ UGC, NAC പോലത്തുള്ള സ്ഥാപനങ്ങളെ അതിന് പ്രാപ്തരാക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫാക്കൽറ്റി റിക്വയർമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് നമ്മൾ കേന്ദ്ര സ്ഥാപനങ്ങൾ അതിന് പ്രാപ്തമാക്കും. ഇനി സമ്മറി അല്ലെങ്കിൽ കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കൺകറൻറ്റ് ലിസ്റ്റിലോട്ട് വന്നിട്ടുണ്ട്.
അതിന് പ്രധാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 42ാം അമെൻഡ്മെൻറ്റ്, അതായത് 1976 42ാം അമെൻഡ് പ്രകാരമാണ് കൺകറൻറ്റ് ലിസ്റ്റിലോട്ട് എഡ്യൂക്കേഷൻ മാറിയത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന്. പിന്നെ ഒരു എന്താ പറയുക, എഡ്യൂക്കേഷൻ ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ ഫ്രെയിംവർക്ക് ഓഫ് കോപ്പറേറ്റീവ് ഫെഡറലിസം, അതായത് നമുക്ക് നയം, നിലവാരം, ധനസഹായം, ഭരണം നടപ്പാക്കാനൊക്കെ ഒരു പ്രാദേശികമായിട്ടുള്ളൊരു മാനദണ്ഡം വന്നിട്ടുണ്ട്. പിന്നെ പോളിസി, സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഫണ്ടിങ്, പ്രധാനമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിനുള്ള അധികാരങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ പോളിസി, സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഫണ്ടിങ്, അതായത് നയം, നിലവാരം, ധനസഹായം എന്നിവ കൊടുക്കലായിരുന്നു. സ്റ്റേറ്റിനാണെന്നുണ്ടെങ്കിൽ അവിടെ അതിലുള്ള ഭരണം നടപ്പാക്കുക, അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുക, അതുപോലെ തന്നെ അത് പ്രാദേശിക രീതിയിൽ പ്രാദേശികവൽക്കരിക്കുക എന്നുള്ളതും കൂടി ആയിരുന്നു. ഇനി നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെൻറ്റും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ, വല്ല ലോകളിൽ വല്ല കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ആർട്ടിക്കിൾ 254 പ്രകാരം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലോ ആയിരിക്കും അവിടെ പ്രിവിലേജ്, അല്ലെങ്കിൽ അതിനായിരിക്കും അധികാരം കൂടുതലുണ്ടാകുക. പിന്നെ അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ വൈവിധ്യത്തെയും ഭരണപരമായ കഴിവിനെയും മാനിച്ചുകൊണ്ട് ദേശീയ നിലവാരം നിലനിർത്താൻ ഈ പദ്ധതി ഇന്ത്യയെ അനുവദിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെൻറ്റ് ആക്ട് ട്രാൻസ്ഫർഡ് ദ സബ്ജക്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം ദ സ്റ്റേറ്റ് ലിസ്റ്റ് ടു ദ concurrent list of the 7th schedule in India? Options: 42nd Amendment Act 1976, B. 14th Amendment Act 1975, C. 86th Amendment Act 2022, and D. 44th Amendment Act 1978. So the answer is option A, 42nd Amendment Act 1976. Next question ആണ്, what is the primary implication of placing education on the concurrent list of the Indian Constitution? Options ആണ് A. The state government's laws on education automatically prevail over central laws. B. All educational institutions must be directly funded and managed by the central government. C. Both the central and state governments can legislate on the subject of education. D. Only the central government can pass laws on educational matters. So the answer is C. Both the central and state governments can legislate on the subject of education. Next question. In the event of a direct conflict between a central act and a state act on an educational matter listed in the concurrent list, whose legislation will generally prevail? A. The matter is resolved by a joint session of the state legislature and the parliament. B. The state government's legislation as education is delivered at the local level. C. The central government's legislation. D. The legislation that was enacted earlier in time. Answer: the C. The central government's legislation. Fourth question. Which of the following bodies is a prime example of a central government institution that primarily focuses on maintaining educational standards and coordination as mandated by the concurrent status? Options: A. The District Institution of Education and Training. B. The State Council of Educational Research and Training. C. The University Grants Commission. D. The Block Resource Center. Answer: C. The University Grants Commission. Fifth question. What was the main rationale behind shifting education to the concurrent list, particularly cited by the government at the time? Options: A.
To ensure uniform national standards and educational integration across the country. B. To reduce the financial burden of education on state governments. C. To centralize all policy making and remove state control over education. D. To allow private institutions to play a dominant role in the education sector. Answer A. To ensure uniform national standards and educational integration across the country. Sixth question. The three lists defining the legislative distribution of powers are provided in which schedule of the Indian Constitution? Options A. 7th schedule, B. 5th schedule, C. 12th schedule, D. 9th schedule. Answer A. 7th schedule. Seventh question. Which of the following subjects related to education has always remained on the Union list independent of the 42nd Amendment? A. Agricultural education and research. B. Coordination and determination of standards in institutions for higher education or research and scientific and technical institutions. C. Establishment of public libraries in a state. D. Promotion of technical education at the polytechnic level. Answer is B. Coordination and determination of standards in institutions for higher education or research and scientific and technical institutions. Eighth question. The implementation and operational management of primary schools, including the appointment of teachers and local curriculum development, is predominantly handled by options A. State government as a part of its shared responsibility under the concurrent list. B. Central government, since education is on the concurrent list. C. State government utilizing its residual powers. D. Local self-government bodies, panchayats and municipalities exclusively. Option A. Ninth question. Which of the following is an example of a policy area where the central government exerts significant influences due to education's concurrent status? Option A. Formulating national education policies and launching centrally sponsored schemes. B. Deciding the annual budget for a particular state's midday meal scheme. C. Appointing the vice chancellors of all state universities. D. Passing laws for the promotion of state public regional languages. Option A. 10th question, the last question ആണ്. Assertion reason question ആണ്. Assertion. The central government plays a more significant and proactive role in shaping overall educational policy in India today than it did before 1976. Reason. The 42nd Constitutional Amendment Act of 1976 moved education from the state list to the concurrent list. Options A is false but R is true. B. Both A and R are true but R is not the correct explanation of A. C. Both A and R are true and R is the correct explanation of A. D. A is true but R is false. The answer is C. Both A and R are true and R is the correct explanation of A. Thank you.